അപ്പോൾ നമ്മൾ ഫുഡ് വ്ളോഗൊക്കെ ആയിട്ട് കുറേ ആയല്ലോ കണ്ടിട്ട്. അപ്പോൾ നമുക്കൊന്നൊരു ഫുഡ് വ്ളോഗാകാം. അപ്പോൾ ഇത് സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് വിശകവും പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാനൊക്കെ പറ്റുന്നതാണ്. ഇത് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തറമുട്ട, കോഴിമുട്ട, കാടമുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പ്, അതേപോലെ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ആ ഒരു എണ്ണയിലോട്ട് ഇങ്ങനെ അത്യാവശ്യം യോജിച്ച് വരുന്ന രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എനിക്കെന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഒരു മുളക് പൊടി അങ്ങനെ ആ മസാലപ്പൊടികളൊക്കെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനാണ് ഇടുന്നത്. അതായത് ഇത്രയും മതി. ഇപ്പോൾ ഇട്ട് നോക്കുമ്പം ഇത് കുറവാണെന്ന് വെച്ചാൽ വീണ്ടും ഇടും. അങ്ങനെ ടീസ്പൂണില്ല, അതുകൊണ്ട് എനിക്ക് ടീസ്പൂണൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം കാടമുട്ട പുഴുങ്ങിയതിട്ട് കൊടുക്കും. എന്നാൽ കാടമുട്ടയൊക്കെ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മുടെ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസ്, അതിട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഈ മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് എടുത്ത് പൊളിച്ചതിന് ശേഷം തൊലിയെല്ലാം പൊളിച്ചതിന് ശേഷം തോടൊക്കെ പൊളിച്ചതിന് ശേഷം അത് നമ്മൾ കുഞ്ഞു അത്യാവശ്യം നല്ല ഉള്ളിലോട്ടല്ല, കുറച്ച് ഉള്ളിലോട്ട് വെച്ച് ഇങ്ങനെ വര ഇട്ട് കൊടുക്കണം. അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് വര. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ അകത്തോട്ടും കൂടെ കയറും കുറച്ച്. അന്നേരം ഇത് എനിക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് വെച്ചിട്ട് ഇതിന് മുമ്പൊക്കെ ഇത് വെച്ചിട്ടുണ്ടാക്കിയത് താറമുട്ടയും കോഴിമുട്ടയൊക്കെ വെച്ചാണ്. കാടമുട്ട കിട്ടിയിട്ടില്ല എനിക്ക്. ഇത് ഉള്ളപ്പം ഞാൻ ഉണ്ടാക്കത്തില്ല, ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് മാളിലാണ് സോസൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.